ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഒരു തട്ടിക്കുട്ടി സാമ്പാറാണ്. വീട്ടിലുള്ള ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ കൂട്ടിയിട്ട് ഒരു തട്ടിക്കുട്ടി സാമ്പാർ എല്ലാം കൂടി നമ്മൾ കുക്കറിൽ പരിപ്പിൻ്റെ കൂടെ ഇട്ടടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര ഗ്ലാസ് പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി നുറുക്കിയ കഷ്ണങ്ങൾ എല്ലാം ബാക്കി വീട്ടിൽ എന്തൊക്കെ കഷ്ണങ്ങളുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ ബീട്രൂട്ട്, ക്യാരറ്റ്, തക്കാളി, സവാള, പിന്നെ വെണ്ടക്കായ 2 ഇതെല്ലാം കൂടി മത്തങ്ങ, കുമ്പളങ്ങ, ചേന ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് കഷ്ണങ്ങൾ ഇട്ടിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ കുക്കറിൽ ഒരു 4 വിസിൽ അടിച്ചാൽ മതി. ഓരോ കുക്കറിന് ഓരോ വിസിലാണ്. എൻ്റെ 4 അടിക്കണം. അപ്പോൾ നമുക്ക് ഒരു തട്ടിക്കൂട്ടി സാമ്പാർ ഉണ്ടാക്കാം. എല്ലാ കഷ്ണവും ഒരുമിച്ചിടാം. വെണ്ടക്കായ ശരിക്ക് നമ്മൾ ഒടുവാണ് വേവിക്കേണ്ടത്. ഞാൻ ഇതിൽ കൂട്ടി 2 വെണ്ടക്കായല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഇത് കൂടി ഇട്ടു. അതാണ് എല്ലാ കഷ്ണങ്ങളും കൂടി തട്ടിക്കൂട്ടി സാമ്പാർ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി. നമ്മൾ ചിലപ്പോൾ നന്നായി വിപുലീകരിച്ച് വെക്കുന്ന സാമ്പാറിനെക്കാട്ടും നമുക്ക് രുചി കൂടുതൽ തോന്നുന്ന തട്ടിക്കൂട്ടി സാമ്പാറാണ്. ഇനി നമുക്കതിലേക്ക് പൊന്തി പോവാണ്ടിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അത് വേവാൻ ആവശ്യമായുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി അടച്ച് വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മളെ സാമ്പാർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കത് വിസിലൊക്കെ പോയി എയറൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം. ഒരു നെല്ലിക്കയുടെ വലുപ്പം, വലിയ നെല്ലിക്കല്ല, ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞ് കൊടുക്കുന്നത്. പുളി പിഴിഞ്ഞത് കൊടുത്തു. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ സാമ്പാർ പൊടി കലക്കി വയ്ക്കാം. ഇത് സാമ്പാർ പൊടിയാണ്, തട്ടിക്കുട്ട് സാമ്പാർ. പക്ഷേ ഈ സാമ്പാറാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നോക്കാം കാച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ സാമ്പാർ പൊടി കലക്കി വെച്ചു. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറി തിളച്ച് വരുന്ന നേരം വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് താളിക്കാം, കടുക് താളിച്ചെടുക്കാം. അപ്പോഴേക്ക് കറി ഒന്ന് നന്നായി വെട്ടി തിളച്ച് വരും. അപ്പോൾ നമുക്ക് കടുക് താളിക്കാനായിട്ട് മണ്ണിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നു. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയൊക്കെ സാമ്പാറൊക്കെ നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് സാമ്പാർ പൊടി വെച്ചിട്ട് നമ്മൾ 5 മിനിറ്റ് ഇത് തിളയ്ക്കണം. ഇനി നമുക്കതിലേക്ക് താളിച്ച് വെച്ചിരിക്കുന്ന താളിപ്പ് ഒഴിക്കാം. താളിപ്പ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അങ്ങനെ നമ്മളുടെ തട്ടിക്കുട്ട് സാമ്പാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് രുചിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണ്ടേ.
ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കണ്ട. നല്ല സാമ്പാറാണ്. ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പുണ്ട്, നല്ലൊരു പൊടി, ഒരു നുള്ളുപ്പ്. ഇത് ഇത്ര ഉപ്പ് കണ്ട, ഇതിൻ്റെ ഒരു കുറവുള്ളൂ. അപ്പം നമ്മളുടെ തട്ടിക്കുട്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. നമ്മളങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ രുചി കിട്ടുക. ചിലപ്പോൾ നമ്മളെല്ലാ പത്തിയും നോക്കി സാമ്പാർ വെച്ചാൽ ചിലപ്പോൾ എന്നത്തെയും പോലെ നമുക്ക് രുചി കിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.